ഒരു ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. ഇപ്പൊ നിലവിൽ നമ്മൾ 24,000-24,000 കോടി രൂപയുടെ ടേൺ ഓവറാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഇതിൽ തന്നെ പറയുന്നത് ഈ ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾ ഇവിടെ ഇന്നിപ്പോ ലീഗൽ 100% ലീഗൽ ആയതുകൊണ്ട് തന്നെ ഒട്ടനവധി ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി പുതിയത് വരാനിരിക്കുന്നു. ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ളത് വനിതകൾക്കാണ് ഡയറക്ട് സെല്ലിംഗിൽ. 65% കൂടുതൽ ഇതിലൂടെ ബിസിനസ്സിലൂടെ വിജയങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് സ്ത്രീകളാണെന്നുള്ളത്. അപ്പൊ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗം കൂടി എന്തുണ്ട്, ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിക്ക് ഇവിടെ അതിൻ്റെതായ ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പൊ അത്രയും എന്താ പറയേണ്ടത്, അത്രയും വ്യക്തമായി പറയുകയാണെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് കിട്ടിയിരിക്കുന്നത് ഒരു അമൂല്യമായ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി. ഇതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഈ ഒരു ബിസിനസ്സിനെ ഏറ്റെടുത്തുകൊണ്ട് ഇനി മുന്നോട്ടേക്ക് പോകാനുള്ളത്. ഈ കമ്പനിയിലേക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇൻകം പ്ലാൻ പറയുകയാണെങ്കിൽ നമുക്ക് ഏതൊരു തുടക്കക്കാരനും 3 തരത്തിലുള്ള വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. ഒന്ന്, നമ്മുടെ കമ്പനിയിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആകുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് കിട്ടും. ആ ഡിസ്ട്രിബ്യൂഷൻ ഐഡിയിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ നേരിട്ട് വാങ്ങിച്ചിട്ട് റീറ്റെയിൽ ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. അതിലൂടെ വലിയ വരുമാനം നേടാൻ പറ്റും. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി, റീറ്റെയിൽ പ്രോഫിറ്റ്. പിന്നീട് രണ്ടാമത്തെ വരുമാനം സൂപ്പർ അവയർനെസ് ബോണസ് എന്ന് പറയും.